ശരിക്കും ഉടുതുണ്ടിയില്ലാതെ കേരളം കണ്ടത് മന്ത്രി ഗണേഷ് കുമാറിനല്ലേ? മുണ്ടും ഷർട്ടുമില്ലാതെ ഗണേഷ് കുമാറിന്റെ ഭാര്യ കൈകൊണ്ട് പൊക്കിയത് നമ്മളെല്ലാവരും കണ്ടവരെ. അതുപോലെ ഇന്ന് കേരളത്തിലെ പോലീസ് സമരം ചെയ്യുന്നവരുടെ ഉടുതുണി ഉരിയുകയാണ്. എല്ലാ സുഖത്തോടെ ഇങ്ങനെ കറങ്ങാനും സമരം ചെയ്യുന്നവരെ ഉടുകൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന സമരം ഇതാണ് കേരളത്തിലെ പോലീസ് നടപ്പിലാക്കുന്നത്. എവിടെ വർദ്ധിച്ചു? നിങ്ങൾ കണ്ടല്ലേ, പോസ്റ്റർ ഒട്ടിച്ചപ്പോൾ പോലീസാണ് പോസ്റ്റർ ഒട്ടിക്കുന്നതിനെതിരെ പോലീസാണ് അത് തടയാൻ ശ്രമിച്ചത്. നമ്മൾ കണ്ടാണ് പോലീസ് പോസ്റ്റർ ഒട്ടിച്ചതിനെ തടയാൻ ശ്രമിച്ചത് കേരളത്തിലെ പോലീസാണ്. എത്ര ക്രൂരമായിട്ടാണ് ആ ചെറുപ്പക്കാരനെ തല്ലിച്ചതച്ചത് നമ്മൾ കണ്ടതാണ്. ഉടുതുണിയില്ലാതെ അല്ലേ, മുണ്ടുമുടുപ്പില്ലാതെ ആ ചെറുപ്പക്കാരനെ കൊല്ലയിൽ ശ്യാംലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കേരളത്തിലെ പോലീസ് വലിച്ചിഴക്കിയാണ് ഉണ്ടായത്. ശരിക്കും ഉടുതുണ്ടിയില്ലാതെ കേരളം കണ്ടത് മന്ത്രി ഗണേഷ് കുമാറിനല്ലേ? മുണ്ടും ഷർട്ടുമില്ലാതെ ഗണേഷ് കുമാറിന്റെ ഭാര്യ കൈകൊണ്ട് പൊക്കിയത് നമ്മളെല്ലാവരും കണ്ടവരെ. അതുപോലെ ഇന്ന് കേരളത്തിലെ പോലീസ് സമരം ചെയ്യുന്നവരുടെ ഉടുതുണി ഉരിയുകയാണ്. എല്ലാ സുഖത്തോടെ ഇങ്ങനെ കറങ്ങാനും സമരം ചെയ്യുന്നവരെ ഉടുകൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന സമരം ഇതാണ് കേരളത്തിലെ പോലീസ് നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആറ്റിങ്ങലിൽ നഗരൂരിൽ ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർ പോലീസിനെ മുഖത്ത് നോക്കി തള്ളക്കി വിളിച്ചത് കണ്ടില്ലേ? എവിടെയായിരുന്നു ഈ ഉശിര്? എവിടെയായിരുന്നു ഈ ആണത്തം തൻ്റെയിടം പോലീസിൻ്റെ? സമാധാനത്തോടു കൂടി സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ തെരുവിലിട്ട് വലിച്ചിഴക്കുകയും ഡിവൈഎഫ്ഐക്കാരെ ഒക്കത്ത് വയ്ക്കുകയും ചെയ്യുന്ന കേരളത്തിലെ പോലീസാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ശക്തമായ പ്രതിഷേധവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു തർക്കമില്ല. ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ കണ്ടതാണല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് പോലീസ്, അങ്ങനെയല്ലേ പറയുള്ളൂ. പോലീസ് എപ്പോഴും അങ്ങനെയാണല്ലോ പറയുന്നത്. ആ പ്രവർത്തകന്റെ സ്വകാര്യ ഭാഗത്ത് ചവിട്ടിയിട്ടുണ്ട്, ഉടുതുണി വലിച്ചെറിഞ്ഞ് തറയിലിട്ട് ഇഴച്ചിട്ടുണ്ട്, ബലമായി വലിച്ചുകൊണ്ട് പോടാ എന്ന് പോലീസ് SI ആക്രോശിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതല്ലേ? ഇവിടെ ഇടാൻ പാടില്ല, അവനെ വലിച്ചഴിച്ച് കൊണ്ടുപോകണമെന്ന് പോലീസ് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കണ്ടതാണ്. ക്രൂരമായി നിലത്തിട്ട് മർദ്ദിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടാണ്. നിങ്ങൾ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ വ്യക്തമാകും. ഞാൻ ചോദിക്കട്ടെ, ഏത് പ്രവർത്തകനാണ് എല്ലാവരും പോലീസിനെ ആക്രമിക്കുന്നത്? കേരളത്തിലെ പോലീസല്ലേ എല്ലാ കാലത്തും യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കുന്നത്? ഈ എത്രയോ സമരങ്ങളായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്നു. അത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം മുമ്പോട്ട് പോകും. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്.